ഞാൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ ആദ്യം എത്തുന്നത് മാമിയാണ് കേട്ടോ. അപ്പോൾ മാമി ഇന്ന് വന്നപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കെട്ടിത്തരുവാണ്. അതിനുശേഷം വലിയച്ഛൻ വന്നായിരുന്നു. വലിയച്ഛൻ കുറച്ച് ഇലയപ്പൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അത് ഞാനും എല്ലാം കൂടി ഇരുന്ന് കഴിച്ച് തീർക്കുവാണ്. അപ്പോഴത്തേക്ക് അമ്മ ചന്തയിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ചന്തയിൽ പോയിട്ട് നിറയെ മീനൊക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇന്ന് ചൂരയും നമ്മൾ ഇവിടുത്തെ കുഞ്ഞു കൊഴിയാള മീനും മേടിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് എറണാകുളത്ത് കൊഴിയാള മീനൊന്നും കിട്ടാറില്ല. കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടുന്നുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്തോ കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ മാമി അവളും കൂടി ഇരുന്ന് കളിക്കുകയാണ്. അതിനുശേഷം ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഇവിടെ ഫുഡ് കഴിക്കാറ് എപ്പോഴും. അതിന് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാനിപ്പോൾ മിസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അമ്മ നല്ല തേങ്ങയരച്ച ചൂര മീൻകറിയും കപ്പപ്പുഴുക്കും പൊരിച്ച മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വയറ് നിറയെ കഴിച്ചു കുളിച്ചു. അതിനുശേഷം പൂവൊക്കെ വെച്ച് റെഡി. വീട്ടിൽ നിന്ന് ഞാൻ മെയിനായിട്ട് തീറ്റ മത്സരമാണ്. അപ്പോൾ ഞാനും എല്ലാ ദിവസവും കൂടെ വീടിനകത്തുള്ള സ്നാക്സ് പെട്ടിക്കകത്തുള്ള എല്ലാ പലഹാരങ്ങളും കഴിച്ച് തീർത്തിട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ. എല്ലാ വൈകുന്നേരങ്ങളിലും നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നൊരു ചായ കൂടി ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ പണിയെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ നല്ല കിടക്കാച്ചി മഴ. അച്ഛൻ മഴയത്ത് നല്ല ആസ്വദിച്ച് പത്രം വായിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ അകത്ത് നല്ല വഴക്കും ബഹളവും കേൾക്കും. കാരണം അമ്മാമയും കൊച്ചുമോളും തമ്മിൽ അടിയാണ്. എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും കാർട്ടൂണും സീരിയലും തമ്മിൽ ഒരിക്കലും യോജിച്ച് പോകത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.